ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം, അതായത് 2024 മെയ് 3 റിലീസ് ചെയ്ത ടൊവിനോ തോമസ്, സോബിൻ ഷാ, ഭാവന, സുരേഷ് കൃഷ്ണ, ബാലുവേഴ്സ് എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത സുവിൻ എസ് കഥ തിരക്കഥ എഴുതി ലാൽ ജൂനിയർ അഥവാ ജീൻ പോൾ ലാൽ ഡയറക്റ്റ് ചെയ്ത കഴിഞ്ഞ വർഷം 2024 മെയ് 3 റിലീസ് ചെയ്ത സിനിമയാണെങ്കിലും ഇന്നേക്ക് ഒരു 2-3 ദിവസം മുമ്പ് മാത്രം, അതായത് 2025 ഓഗസ്റ്റിന് മാത്രം OTT റിലീസ് ചെയ്ത ഒരു സിനിമയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സിനിമയുടെ പേരാണ് നടികർ. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തിട്ടും ഈ വർഷം, അതായത് ഓൾമോസ്റ്റ് ഒരു 1.5 വർഷം എടുത്തു അത് OTT വരാൻ. അതിന്റെ കാരണം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് സിനിമ നന്നായിട്ട് ഓടിയില്ല, ഒരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഈ ഒരു സിനിമ. ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്. കാര്യം ഫ്ലോപ്പ് എന്ന് പറഞ്ഞെങ്കിലും മിക്ക ആൾക്കാർ എക്സ്പെക്ട് ചെയ്യും ഫ്ലോപ്പായ ഒരു സിനിമയാണെങ്കിൽ മേ ബി 2-3 മാസത്തിനുള്ളിൽ വരും എന്നുള്ള. പക്ഷെ ഒരു ഏകദേശം 1.5 വർഷം എടുത്തു എന്നുള്ളതാണ്. അത് മേ ബി ബിക്കോസ് ഒരു പ്രൊഡ്യൂസർ വിചാരിച്ചേക്കുന്ന ഒരു എമൗണ്ട് കൊടുക്കില്ല എന്ന് OTT പ്ലാറ്റ്ഫോംസ് പറഞ്ഞിട്ടുണ്ടാവാം. അത് വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചിലപ്പം മിക്ക OTT പ്ലാറ്റ്ഫോംസും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരു രീതിയിൽ പോയിട്ട് ലാസ്റ്റ് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വിറ്റഴിച്ച ഒരു സിനിമ ആയിരിക്കാം നടികർ. അപ്പം ഒരുപാട് പേര് എൻ്റെ മിക്സ്ഡ് ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ OTT റിലീസ് കഴിഞ്ഞപ്പോൾ. ചിലവർ നല്ല സിനിമ എന്ന് പറയുന്നുണ്ട്, ചിലവർ കുറപ്പടമാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അവസ്ലി കൺഫ്യൂസ്. അത് കുറച്ച് പേർക്കെങ്കിലും അത് കൊള്ളാം, നല്ലൊരു പടം എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ആവറേജ് പടമായിരിക്കും എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സിനിമ കാണുന്നത്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കണ്ടു തുടങ്ങിയ ഒരു സിനിമയല്ല സിനിമ തീർന്നത്. സിനിമ തുടങ്ങി, സിമ്പിളായിട്ട് പറയുന്നത് ഇത്രേ ഉള്ളൂ. സിനിമ തുടങ്ങി ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ ഫസ്റ്റ് സീൻ തൊട്ട് തന്നെ എന്തോ അങ്ങോട്ട് ശരിയല്ല, സംതിങ് ഇസ് നോട്ട് റൈറ്റ് എന്നൊരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തുള്ള മിക്കവരുടെ അഭിനയമാണെങ്കിലും ഓക്കെയാണ്, കഥ പോകുന്ന രീതി ഈസ് ഓൾസോ ഓക്കെ. സൗബിൻ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ ആകുമ്പോഴാണ് സൗബിൻ്റെ ഒരു എൻട്രി വരുന്നത്. സൗബിൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, നല്ലൊരു ക്യാരക്ടർ, നല്ല രസമുള്ളൊരു ക്യാരക്ടറാണ്. ഭാവനയാണെങ്കിലും ശരി, സുരേഷ് കൃഷ്ണ ആണെങ്കിലും ശരി, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിൻ്റെ കുഴപ്പമൊന്നും അല്ല പറയുന്നത്. സ്റ്റോറി വാസ് ലൈക്ക് ഓക്കെ. പക്ഷെ ഡയറക്ഷൻ ഫസ്റ്റ് ഹാഫ് വരെ ഇട്ട് ഓക്കെ. സൗബിൻ വന്നിട്ട് കുറച്ചധികം അതിൻ്റെ ഗ്രാഫ് പോകുന്ന ഇങ്ങനെ പോയി. സൗബിൻ വന്നപ്പോൾ പതുക്കെ ഒരു പൊടിക്ക് കയറി, അത് കഴിഞ്ഞിട്ട് പതുക്കെ സൗബിൻ്റെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ പതുക്കെ താന്നു. ക്ലൈമാക്സ് ആയപ്പോൾ ഒരു കുത്ത് താഴ്ച, ഒരു ഡിപ്രഷൻ ആയിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ദി മോസ്റ്റ് കൂറ ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഇത്. അണ്ണ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്, റൈറ്റർ ഉദ്ദേശിച്ചത് എന്താണെന്നും ഡയറക്ടർ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ ഒരു സാധനം അത് ക്ലൈമാക്സിൽ അവർ വരുമെന്ന് എക്സ്പെക്ട് ചെയ്തു. അതിൻ്റെ 7 അയലോത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. വളരെ വളരെ ദുരന്തമായിട്ടുള്ള ഒരു ക്ലൈമാക്സ്. ആ ഒരു ക്ലൈമാക്സ് പോർഷൻ ഒരു കുറച്ച് കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഒരു സാധനം അവർക്ക് തരാൻ പറ്റിയിരുന്നെങ്കിൽ മേ ബി ഈ ഒരു സിനിമ ഓടിയേനെ. അവർ അതിനുള്ള ഒരു ആവശ്യമുള്ള കോണ്ടന്റ് സാധനങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആണ്, കുറച്ച് ഫൺ സാധനങ്ങൾ, കുറച്ച് തമാശയുണ്ട്. ഇമോഷൻ എന്ന് പറയുന്ന സാധനം അവിടെ ഒരു ഇട്ട് പോയിട്ടുണ്ട്, പുട്ടിന് പീരാന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ക്ലൈമാക്സിൽ വളരെ ഇമോഷണൽ ആയിട്ടൊരു സാധനം ഇട്ട് അവർ പോകുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ ടോവിനോയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആക്ടറാണ്, ബേസിക്കലി ഒരു നടനാണ്, ഒരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നു. അത്ര അഭിനയം ശരിയല്ല, അഭിനയം ശരിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അവിയൽ കൈൻഡ് ഓഫ് ഒരു കഥ. കുഴപ്പമില്ലാതെ എടുത്ത് വെക്കാമായിരുന്നു. പക്ഷേ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഭയങ്കര ലാഗാണ്. ഒരു 2 മണിക്കൂർ 20 മിനിറ്റാണ് ഈ ഒരു മൂവിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് കണ്ടു തീർന്നപ്പോൾ എനിക്കൊരു 3-4 മണിക്കൂർ കണ്ട ഒരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് വാസ് ലൈക്ക് ഓക്കെ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫ് വാസ് ലൈക്ക് കുറച്ച് സ്റ്റാർട്ടിങ് പിന്നെ ഓക്കെ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഭയങ്കര സ്ലോ ആയിട്ട് തോന്നി. പ്യോർലി ലാഗ് എന്ന് പറയാൻ പറ്റും. ക്ലൈമാക്സ് വെറുത്തുപോയ അത്രയും വൃത്തികെട്ട ഒരു ക്ലൈമാക്സ്. ഐഡിയ മനസ്സിലായി, എക്സിക്യൂഷൻ വെരി വെരി ബാഡ്. അതിൻ്റെ അകത്ത് നമ്മുടെ ലാലേട്ടൻ ഫ്രം മീഷോ എന്ന് മിക്ക ആൾക്കാരും കളിയാക്കി വിളിക്കുന്ന അനൂപ് മേനോനാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു പരിപാടി ചെയ്യുന്നത്. ക്ലൈമാക്സിൽ എത്തുമ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു സീൻ കാണിക്കുന്നുണ്ട്, അതിൻ്റെ തന്നെ ഒരു വേർഷനാണ് കാണിക്കുന്നത് ക്ലൈമാക്സിൽ. അത് കാണുമ്പോൾ നമുക്ക് കണ്ണ് നിറയണം, നമ്മൾ ഇമോഷണൽ ആവണം എന്നൊക്കെ ഒരു ഫീലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്നും കണക്റ്റ് ആവാത്ത രീതിയിൽ അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഈ സിനിമയിൽ ഏറ്റവും മോശമായിട്ട് അത് എടുത്തു വെച്ചിരുന്ന ഒരു സീക്വൻസ് എന്ന് പറയുന്ന ഒരു ക്ലൈമാക്സ് ആണ്. ബാക്കി ആർട്ട് വർക്ക് പരിപാടികളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി DOP ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഒരു സാധനങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ഗുഡ്. അതെന്താണെന്ന് ഞാൻ പറയണില്ല, അതൊക്കെ മാത്രമേ ഉള്ളൂ ഒരു സിനിമ. കുറച്ച് ഫ്ലാഷ് ബാക്ക് സാധനങ്ങളൊക്കെ ഫ്ലാഷ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് ഫങ്കി സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എഡിറ്റിംഗ് പരിപാടികൾ നല്ലതാണ്. BGMs ചിലയിടത്ത് നല്ലതാണ്, ചിലയിടത്ത് വലിയ രസമില്ല. അതിൻ്റെ ഇടയിൽ മിന്നൽ മുരളിയുടെ BGM ഒക്കെ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ട്വീക്ക് ചെയ്തിട്ടൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. നമുക്ക് മറ്റൊരു സാധനം തോന്നാനൊക്കെ വേണ്ടിയിട്ടുള്ള, അതായത് ടൊവിനോ അല്ല എന്നാൽ പോലും ടൊവിനോൻ്റെ പോലത്തെ ചെറിയ സാധനങ്ങളും പരിപാടികളൊക്കെ പിടിക്കുന്ന ചില സീൻസ് ഒന്നും പറയണില്ല, പോട്ടെ.
അങ്ങനത്തെ ഒരു പരിപാടി പിടിച്ച് അവർ ചെയ്തിട്ടുണ്ട്. ഐ എം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് വിത്ത് ദി മൂവി. ഫസ്റ്റ് ഹാഫ് വാസ് ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ. സെക്കൻഡ് ഹാഫ് ലാഗ് പരിപാടി, ക്ലൈമാക്സ് ഏറ്റവും വലിയ ദുരന്തം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. മ്യൂസിക് സാധനങ്ങളൊക്കെ കുഴപ്പമില്ലായിരുന്നു. മിക്കവരുടെ അഭിനയം വാസ് ലൈക്ക് ഓക്കെ ഇറ്റ് ഈസ് ഗുഡ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ആൻ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു മൂവി. ക്ലൈമാക്സ് കൊള്ളായിരുന്നെങ്കിൽ ഇറ്റ്സ് ആൻ ആവറേജ് മൂവി അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി എന്ന് പറയാൻ പറ്റുന്ന, വൺ ടൈം വാച്ച് എന്ന് പറയാൻ പറ്റുന്ന ഒരു റേഞ്ചിൽ എത്തിയാനെ. ഇതിൻ്റെ സൗബിൻ വന്നിട്ട് ഒരു മെയിൻ സീക്വൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തിന് അവർ കൊടുത്തേക്കുന്ന ഒരു ഡ്രമാറ്റിക് ഒരു സാധനമുണ്ട്. പക്ഷെ അതൊന്നും ഒന്നും തോന്നിയില്ല. സ്ക്രീനിൽ കണ്ടപ്പോൾ എന്തോന്നിടെ എഴുതി വെച്ചേക്കുന്നതെന്ന് തോന്നി. അതുവരെ ഒരു ക്ലീൻ ആയിട്ട് വന്നിട്ട് അവിടെ വന്നിട്ട് ഒരു ദുരന്തം. അവിടെ തൊട്ട് ആ ഒരു സിനിമ അങ്ങ് പോയി. ഒന്നും പറയാനില്ല. നോട്ട് വർത്ത് എ വാച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നിങ്ങൾക്ക് കാണണം, ഒന്ന് കണ്ടു നോക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതാകുമ്പോൾ എൻ്റെ വാക്ക് മാത്രം വിശ്വസിച്ചല്ല, നിങ്ങളുടെ വാക്കും കൂടെ വിശ്വസിച്ച് വേറെ ആർക്കെങ്കിലും ഈ സിനിമ കാണണ്ടേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് ഒരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് ഇറ്റ്സ് മിനിയേച്ചർ വേർഷൻ ഓഫ് ദ റിവ്യൂ. കാര്യം ഒരുപാടൊന്നും പറയാനില്ല, വലിയ സംഭവം ഒന്നുമില്ല. ഒരുപാട് കാശ് ഇറക്കിയിട്ടുണ്ട്, അത് ഉറപ്പാണ്. നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ലൊക്കേഷൻസും കുറേ ഇവൻറ്റ്സ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അവസാന സിനിമ നന്നായില്ലെങ്കിൽ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. നിങ്ങളുടെ പറഞ്ഞ പോലെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഇടുക. നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ അത് മേ ബി വായിച്ച് നോക്കിയിട്ടൊക്കെ സിനിമ കാണാനൊക്കെ ഹെൽപ്ഫുൾ ഒരു പരിപാടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഇടുക. അത് എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻറ്റിൽ ദെൻ, ബൈ.